ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ല. അതെ, എന്താ കാര്യം എന്നറിയോ? ഇവിടെ 2 കുട്ടീസ് കിടന്നുറങ്ങാണ്. ഞങ്ങളിപ്പോ ഇങ്ങനെ ഹലോ ഗൈസ് എന്നൊക്കെ പറയുമ്പോ ഒരുത്തൻ തല പൊക്കിയിട്ടൊന്ന് നോക്കി, എന്നിട്ട് കിടന്നു. അതാണ് ഞാൻ സൗണ്ടില് ചെറിയൊരു വേരിയേഷൻ വന്നത്. അപ്പൊ മഴയൊക്കെ എങ്ങനെയുണ്ടായി? മഴ പെയ്ത പിന്നെ വീട്ടില് നമ്മുടെ ഇവിടെ ഇന്നലെ മഴ പെയ്തുട്ടാ. എന്നാലും വലിയ ഗുരുതരമായ പരിക്കുകളില്ലാണ്ട്. ഇപ്പൊ നമ്മള് മഴ പെയ്യുമ്പോഴേക്കും ഓടിപ്പോയി ഫസ്റ്റ് ആദ്യം വരെ പറയും, അപ്പൊ ഇൻവെർട്ടർ ഓഫ് ചെയ്, ഫ്രിഡ്ജ് ഓഫ് ചെയ്, സാധനങ്ങൾ ഓഫ് ചെയ്, അങ്ങനെ പറയും. അപ്പൊ അതൊക്കെ ഓഫ് ചെയ്തിട്ട് അപ്പൊ എല്ലാവരും ഇപ്പൊ ഇടിവെട്ട അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇൻവെർട്ടർ ഓഫ് ചെയ്യാ, അതുപോലെ തന്നെ ഇൻവെർട്ടർ ഓഫ് ചെയ്യാ, അതുപോലെ തന്നെ നമ്മുടെ മറ്റേതില്ലേ എന്നിട്ട് വേറെന്തോ പേര് പറയും, അത് നമ്മുടെ ഫുൾ കറണ്ടിന്റെ കണക്ഷൻ കൊടുക്കണ സാലേ, അതും ഓഫ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആവണതുണ്ട്, അല്ലാത്തവര് അത് ഓഫ് ചെയ്തിടാട്ടാ. മഴക്കാര് കാണുമ്പോഴേക്കും ചെയ്യാം, അല്ലെങ്കിൽ ഫാനുകൾ ഞങ്ങളുടെ അടിച്ചു പോയ പോലെ നിങ്ങളുടെ നാശനഷ്ടങ്ങൾ വരും. പിന്നെന്താണ് അത് പറഞ്ഞു നമുക്ക് അല്ല, നമ്മള് ഇത് ഓഫ് ആയി പോയിണ്ടായിരുന്നു, പക്ഷെ ഇൻവെർട്ടർ ഓഫ് ആയി ഉണ്ടായില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഗുരുതരമായ ഇത് വന്നത്. അപ്പൊ മറ്റേ ഇലക്ട്രീഷ്യൻ വന്നപ്പോ പറഞ്ഞു അതുകൂടി ഓഫ് ചെയ്തിട്ട് വന്നു. ഇന്നലെ നമ്മുടെ ആദംകൂട്ടനെ വൈകുന്നേരം ആയിപ്പോ നമ്മുടെ വീട്ടിൽ ഇന്നലെ വട്ടയപ്പം ഉണ്ടാക്കിണ്ടായിരുന്നു കേട്ടോ. വട്ടയപ്പം ഉണ്ടായി, പിന്നെ എന്താണ് മിഠായി, ഐസ്ക്രീം, ഇതൊക്കെ തിന്ന് വൈകുന്നേരം ഒക്കെ കൂടി ഒരു ഛർദിച്ചിട്ട് ദൈവമേ ഞങ്ങൾ എന്നെ പേടിച്ചു പോയി. ഭയങ്കരമായിട്ട് ഛർദിച്ച്. പിന്നെ കൊച്ചിങ്ങനെ തളർന്ന്, നമുക്ക് വൊമിറ്റ് ചെയ്ത് കഴിയുമ്പോ ഭയങ്കരമായിട്ട് ക്ഷീണം വരില്ലേ, അതുപോലെ ഇങ്ങനെ തളർന്ന് കിടക്കായിരുന്നു. ആ തളർന്ന് കിടക്കല് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് ഉണർന്ന് നടന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പാപ്പന്റെ കൂടെ ഡാൻസ് കളിച്ച് കസേരമ്മ ചോറിനാൻ വേണ്ടിട്ട് ഇരുന്നാണ്. അതായത് കഴിച്ചതൊക്കെ പോയില്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പാപ്പൻ്റെ കൂടെ പോയി കഞ്ഞി കുടിക്കണേ. അവൻ ഡെയിലി രാത്രി ആകുമ്പോ അപ്പാപ്പൻ്റെ കൂടെ കഞ്ഞി കുടിക്കൂട്ടാ, കഞ്ഞി കുടിക്കാൻ പോയിരിക്കും. അപ്പൊ അങ്ങനെ ഇരുന്ന് അപ്പാപ്പന്റെ ചേമ പിടിച്ച് എന്ന് പറഞ്ഞ ചേമ പിടിച്ച് കസേരമെന്ന് മറിഞ്ഞു വീണു. പിന്നെ കരച്ചിലും ബഹളായി. പിന്നെ കൊച്ച് എന്താ പറയാ, ഇങ്ങനെ തോളത്ത് ഇങ്ങനെ കിടക്ക, ഉറങ്ങാണ് അവൻ ശരിക്കും. കാരണം വയറ്റിലൊന്നും ഇല്ല, അതിന്റെ ഇടയിൽ കൂടെ കരച്ചില്. അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ ചെയ്ത് അപ്പന് ഭയങ്കര ക്ഷീണായിരുന്നു. അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് ആളെ കിടത്തി ഉറക്കി. എന്നാലും നമ്മുടെ എന്തിട്ടാണ് പറയാ, ബാക്കിലുണ്ടല്ലോ, ബാക്കിൽ ചെറുതായിട്ട് ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തലയുടെ ഇവിടെയായിട്ട് ചെറുതായിട്ട് മുളച്ച പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ വെള്ളമൊക്കെ തുടച്ച് വെള്ളം ഒഴിച്ച് തിരുമ്മി കൊടുത്തു. അപ്പൊ അത് പ്രശ്നമില്ല. പക്ഷെ ബാക്കിലത്തെ അവൻ കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ അവൻ എല്ലാവരെയും അത് കാണിച്ചു കൊടുത്തേനെ. അതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് പറയണ. പക്ഷെ രാത്രി ഇന്നലെ ഇടയ്ക്ക് എനിക്ക് കരയുണ്ടായിരുന്നു, അല്ലാണ്ട് ഫുള്ള് ഇന്നലെ പറയായിരുന്നു കസേരയ്ക്ക് അടി കൊടുക്ക് അമ്മ, തല പൊട്ടി, അങ്ങനെ പറയായിരുന്നു. രാത്രി ഇടയ്ക്ക് എനിക്ക് കരയണുണ്ടായി, എന്നാലും അതിനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ രാവിലെ എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് അവന് ഓർമ്മയുണ്ടായിട്ടാ. കസേരയ്ക്ക് അടി ഓടിക്കുന്ന പറഞ്ഞ് വീണ്ടും വടിയെടുത്ത് അടിക്കലായിരുന്നു കസേരനെ. പറയൊന്നുകൂടി പറയും. ചക്കോട്ടാ പോവാ. ആര്? ആദമു എവിടെ? ടൂൾസ് എവിടെയാ? എവിടെ? അപ്പ ഞാനും വന്നിണ്ട്. അവൻ ഫ്രണ്ടില് പോയി. പോട്ടെ അതും പോവാ. എവിടേക്ക്? പുല്ല് പറിക്കാനാ? എന്തിനാ? മാങ്ങ പറിക്കാൻ. ഹെൽമെറ്റ് എടുക്കുന്നു അസിസ്റ്റന്റ്. നോക്കി നിക്കണ്ട്. എന്നിട്ട് സാധനം എന്നിട്ടാ അത് അപ്പാപ്പന്റെ കയ്യിലുള്ളത് കണ്ണാടയാ? ഇത് നീങ്ങിന്നോ? മേത്ത് കൊള്ളണ്ട, മുറിയും. തൂമ്പ ഒയ്യോ, ഹെൽമെറ്റ് തായോ? പുല്ല് ചെത്താനാ? ഇവിടെ ഇത്
കാലുമുറിയും തൂമ്പയുണ്ട് ഫ്രണ്ടില്. അതാ ആ ചക്ക ചക്ക വെട്ടാൻ പോകണത്. അതാ ചക്ക വെട്ടാൻ വേണ്ടിട്ട് പോയതാണ് കേട്ടാ. നിർഭാഗ്യവശാൽ ചക്ക പഴുത്തു പോയി. അപ്പൊ നമുക്ക് ചക്ക കറി വയ്ക്കേണ്ട ആവശ്യമില്ല. ചക്ക നമുക്ക് പഴുപ്പിക്കാൻ വെക്കാം. നമുക്കെന്ന് എല്ലും പിന്നെ ബീഫും ഉണ്ട് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ല് വേവിക്കാൻ ഇടണം. പിന്നെ അതിലേക്ക് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പല സാധനങ്ങളൊക്കെ ചതച്ചിടണം. ഐറ്റംസ് ഉണ്ട്. പിന്നെ ചേമ്പിട്ട് വെക്കാന്ന് വിചാരിച്ചേക്കണം. ചക്ക വെട്ടി കഴിഞ്ഞപ്പോൾ ചക്ക പഴുത്തു. അപ്പം ചേമ്പും എല്ലും ബീഫും ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ അതാണ്. ഇതാരൊക്കെ കിടക്കണ ചേട്ടനടിയാണ് ഇത് എന്നിട്ടിട്ട പാൻറ്റാ. അബ്രു ഹലോ അബ്രു എന്താ ശ്രദ്ധ അല്ലേ? ആട്ടട്ടമ്മ ആടാട് ഉണ്ണി ആടാട്. എനിക്ക് ചേട്ടൻ ഇളകി തുടങ്ങിയെന്ന് തന്നെ. നമ്മുടെ തീരെ സക്സസ്കരമായി കത്തിയിരിക്കുന്നു. അടുപ്പത്തിട്ടോട്ട സാധനങ്ങൾ എല്ലാം ഞാൻ അടുപ്പത്തിട്ടു. ഇറച്ചി കഴുകി വാല വെച്ചിട്ടുണ്ട്. പിന്നെ ചേമ്പ് നന്നാക്കാൻ വേണ്ടിയിട്ട് അമ്മിച്ചിട്ട് ചേമ്പ് നന്നാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിലേ വാട്സാപ്പിലാക്കില്ലേ കടാ കഴിഞ്ഞിട്ടില്ല. എന്നാ ബാക്കി നൂടി കുറച്ചുണ്ടായിരുന്നു. പിന്നെ ഇത് കൊടുത്തപ്പോ അവിടെ ഭയങ്കരമായ ടി വി കാണും. രാത്രി വേണ്ട. എന്നാലും അച്ഛൻ വന്നപ്പോ മിഠായി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അതന്നെ. അപ്പൊ അവന് വേണ്ടാന്നത്ര ഒന്നുകൂടി വിളിച്ചോട്ടെട്ടാ. പാട്ട് വെച്ചേക്കണം അവിടെ. ഇത് വേണാ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് അമ്പടെ കൊള്ള. ഈ മിഠായിക്ക് തന്നെ ഈശോ ഈ മിഠായി അവര് തരും. ഈ മിഠായി ആര് മാത്രം തിന്നാന്ന്? അപ്പ മാത്രം തിന്നാന്ന്. അതോ തിന്നവാ അമ്മക്ക് വേണോ? അമ്മ പൊട്ടിച്ചേരാം. പിടിച്ചേ ഒരു മിനിറ്റ്. അമ്മ പൊട്ടിച്ചേരാം. എന്നിട്ട് പകുതി അപ്പക്ക് പകുതി അബ്ബുവിന് 4 പീസാക്കാം. ഓക്കെ ഹാപ്പി? ഒരു കടി ആദം, ഒരു കടി അപ്പ താഴ്ത്തു പോവും. ഒരു കടി ആദം, കുഞ്ഞി കടിയുള്ള ഒരു കടി അപ്പ. എനിക്കിപ്പോ ലാസ്റ്റ് മതി. അമ്പട അതന്നെ കള്ളന്മാരുടെ ടെക്നോളജി. എനിക്ക് ലാസ്റ്റ് മതി. കിട്ടില്ലേട്ടോ ഒന്നിട്ടാ. അബുറിനോടുക്ക് അബുവിനോട് കിട്ടി. കുറച്ചേല് വെക്കിട്ടാ. കുറച്ച് വെച്ചില്ലെങ്കിൽ വലിയ പ്രശ്നാവും. ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ആദത്തിന്. ഗുഡ് ബൈ. ഹാപ്പി ഞാൻ ഫുഡ് കഴിക്കാൻ പോകട്ടാ. ഞാൻ ആദം കൂട്ടന് ചോറ് കൊടുത്തു. ചോറ് എടുത്ത് കഴിഞ്ഞപ്പോ ആ ചോറ് ബാലൻസ് ഉണ്ട്. അപ്പൊ അതിൽ കൂടെ ലേശം കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് സെറ്റായി. അവൻ കരഞ്ഞപ്പോൾ ഞാൻ അവനെ ഉറക്കാൻ കൊണ്ടുപോയി. അതുകൊണ്ട് ഞാൻ മാത്രം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ചേമ്പും ബീഫും സെറ്റായിട്ടുണ്ട് കേട്ടോ. അതേ കറിയൊക്കെ വെച്ച് സെറ്റാക്കി. ഞാൻ കണ്ടിട്ടുണ്ടായില്ല, അമ്മിച്ച വെച്ചേട്ടത്. അവൻ കറിഞ്ഞ് അവന് ഫുഡ് കൊടുത്ത് പിന്നെ അവൻ കറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടുപേരെയും കൊണ്ട് മുകളിലേക്ക് പോയി. ഇത് മറ്റേ നല്ല ചേമ്പാട്ടത്. നമ്മുടെ പറമ്പിലുണ്ടായ ചേമ്പനിയാ. അപ്പച്ചൻ പോയി പറിച്ചോന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. ചില ചേമ്പങ്ങളിങ്ങനെ കിളികളിരിക്കില്ലേ, പക്ഷെ ഈ ചേമ്പ് കണ്ട അങ്ങനെ ഭയങ്കര ടേസ്റ്റിയാണ്. ഫുഡ് കഴിഞ്ഞു. നല്ല വേറൊരു അപകടം കൂടി നമ്മുടെ വീട്ടിലുണ്ടായിട്ടാ. വേറൊന്നല്ല, ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം മറ്റേ ഇവിടെ കൊണ്ടുവച്ചു. എവിടെ? നമ്മുടെ സ്റ്റെപ്പിന്റെ അവിടെ ആയിട്ട്
മോള് തുടച്ച അടിയിൽ വന്നു. അടിയിൽ വന്നപ്പോ ഞങ്ങളെ അറിയണ്ടല്ലേ ഇവള് മുകളിൽ തുടക്കാന്ന്. അപ്പൊ ഞാൻ അതും കൂടി ഉള്ളിലേക്ക് വന്നിട്ടാ. അപ്പൊ വെള്ളം കുടിക്കാൻ വേണ്ടി കപ്പ് എടുത്തു അവൻ. ആ കപ്പ് എടുത്ത് കഴിഞ്ഞ് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് ഈ തുടക്കാൻ കൊണ്ടെന്ന് വെച്ച വെള്ളത്തിന്റെ വെള്ളം കപ്പിലെടുത്തിട്ട് താഴ്ചക്ക് ഒഴിച്ചിട്ട് ഞങ്ങള് ഇവളും കണ്ടു അത് ഒഴിക്കുന്നത്. ഇവളും കണ്ടു ഒഴിക്കുന്നത് ശ്രദ്ധിച്ചോളന്ന് പറഞ്ഞ് കണ്ടു. ഞങ്ങള് പുറത്തിറങ്ങി ചെരുപ്പിട്ട് കഴിഞ്ഞപ്പോ ഇവള് വന്നു. ഞാൻ തുടക്കോലെടുക്കാൻ വേണ്ടിട്ട് മുകളിലത്തെ തുടച്ച് കഴിഞ്ഞല്ലോ, സ്റ്റെപ്പൊക്കെ തുടച്ച് പോന്നു. പിന്നെ അടിയിൽ തുടയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെള്ളം മുക്കി വെച്ചേക്കായിരുന്നു. എനിക്ക് ഈ സാധനം ഇവിടെ വെള്ളം വീണത് ഓർമ്മയുണ്ടായില്ല. ഞാൻ ഒറ്റ വരവ് വന്നു, ഇടിഞ്ഞും പൊളിഞ്ഞു വീണു. ദൈവം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്നുള്ളതാ. കുറച്ചൊരു നാഴിക്ക് നീങ്ങി മറ്റേ മറ്റേ പഴച്ചക്ക വീണ പോലെ ഒരു സൗണ്ട് കിട്ടും. അമ്മ ഞാൻ വന്ന് നോക്കി എന്നിട്ട് പറ്റിയ വീണു തെറ്റായി. അതല്ല, ശരിക്കും കുറച്ച് ഇതിങ്ങനെ നീങ്ങി മറ്റേ കോണിപ്പടിയുടെ മറ്റേ സാധനല്ലേ സാധനത്തിമ്മ തലയിടിച്ചിങ്ങി അതോടുകൂടി ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വന്നെ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമായിരുന്നാവോ ദൈവമേ. ഭാഗ്യത്തിന് ദൈവം എന്നെ രക്ഷിച്ചു. വലിയ തരത്തിൽ അപകടം ഉണ്ടായില്ല. എന്നാലും നല്ലൊരു ദിവസമായിരുന്നു. ഫുള്ള് നമ്മുടെ വീട്ടിലെ അപകടം തന്നെയായിരുന്നു എന്നല്ലേ. എന്നിട്ട് ഇവിടെ വീണ് കഴിഞ്ഞപ്പോ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം എപ്പോഴൊക്കെ ബാക്ക് പെയിൻ ഉണ്ടായി. പിന്നെ കാലിന്റെ മസിലില്ലേ, മസിൽ ഇങ്ങനെ കയറണ പോലെ തോന്നായിരുന്നു. കാരണം അങ്ങനെ കാലിടിച്ച് വീണേണ്ടി എന്ന് തോന്നുന്നു, അതുണ്ടായി. പിന്നെ തല ഇടിക്കാത്ത കാരണം തലയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തല ഇടിച്ചെങ്കിൽ മാറും. ഞാൻ എന്നിട്ട് പറ്റാ തല ഇടിച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്കത് അറിയായിരുന്നു. ഞാനത് അല്ല, അത് എന്റെ അശ്രദ്ധ കൊണ്ടാണ്. എനിക്കറിയായിരുന്നു. പിന്നെ ഞാനത് മറന്നുപോയി. ആ ഒരു ഫ്ലോയില് വേഗം തുടച്ചു തീർക്കാനുള്ള വെപ്രാളത്തില് കുറച്ചുകൂടി സ്പീഡിൽ വന്നെങ്കിൽ അടിപൊളിയായേനെ. വകുപ്പ് ഫുള്ള് വേറെ രീതിയിലേക്ക് പോയേനെ. പിന്നെ അതുകൊണ്ട് ഭാഗ്യത്തിന്റെ ദൈവത്തിന്റെ അനുഗ്രഹവും ആരുടെയൊക്കെയോ പ്രാർത്ഥനകളുടെ ഇതുകൾ കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. രക്ഷിച്ചു. അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ട്. ആദത്തിന്റെ അങ്ങനെ തന്നെയായിട്ട്. ആദം വീണത് ശരിക്കും ഇങ്ങനെ സൈഡിക്ക് ആ ടൈൽസിന്റെ ഇതുമ്പോ ഇങ്ങനെ തലയിടിച്ചെങ്കി ശരിയായേനെ. പക്ഷെ അങ്ങനെ ഇടിച്ചില്ല. മേത്ത് ഇങ്ങനെ ചെറുതായിട്ട് പുറത്തൊക്കെ ആയിട്ട് കോറലുള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. തലയിൽ പിടിച്ചെങ്കിൽ ഇങ്ങനെ ചെറിയ മുഴയേ വന്നുള്ളൂ, പൊട്ടി വന്നില്ല. ശരിക്കും നമ്മുടെ കൂർത്ത ടൈൽസിന്റെ അവിടെയൊക്കെ തലയിടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടൂലോ. അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ദൈവം രക്ഷിച്ചു. അങ്ങനെ വളരെ നല്ല ഒരു ദിവസമായിരുന്നു ഇന്നലത്തെ. നമ്മുടെ അപകടമായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്ത് ഇവിടം വരെ എത്തി. അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ വേറെ എന്തിട്ടാണ്, വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.